ഹലോ ഗായ്സ്, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. എവറി വീക്കെൻഡിലും നമ്മൾ വീക്ക്ലി അനാലിസിസ് വീഡിയോ ചെയ്യാറുണ്ട്. അതിൻ്റെ തുടർച്ച കൂടിയാണ് ഈ വീഡിയോ. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഒരുപാട് സഹായിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് റീക്യാപ്പ് നോക്കാം. അതായത് നമ്മുടെ പ്രീവിയസ് വീക്കിലി അനാലിസിസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ആണ് നമ്മൾ കണ്ടത്. അത് ഓൾ ടൈം ഹൈ എന്ന് വന്ന ഒരു സെല്ലിംഗ് ആയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. ഒന്ന്, ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലക്ഷൻ ടൈമാണ്. എലക്ഷൻ ടൈം ആവുമ്പോൾ മാർക്കറ്റിൽ പലരും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് എലക്ഷന് ശേഷം ഗവൺമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പോളിസികൾ ഗവൺമെൻറ് മാറ്റം വരുത്തും. സോ അതൊക്കെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുതിയ ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷം പുതിയ എൻട്രിയിലേക്ക് കടക്കാറുണ്ട് സാധാരണ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും. രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് FIA സെല്ലിംഗ് ആണ്. അവരുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം എലക്ഷൻ തന്നെയാണ്. രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത് അവർക്ക് ഒരു ടാക്സിനെ കുറിച്ചുള്ള പ്രശ്നം, അതായത് മൊറീഷ്യസ് ടാക്സ് ട്രീറ്റി എന്നുള്ള ഒരു പുതിയ ടാക്സ് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ ഒരു കാരണത്താൽ അവർ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ഒരു സെല്ലിംഗ് സൈഡാണ് ഇതുവരെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതൊരു റീസണാണ്. മൂന്നാമത്തെ കാരണം പറഞ്ഞത് കോർപ്പറേഷൻ റിസൾട്ടുകൾ, പല കമ്പനികളുടെയും റിസൾട്ടുകൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല വന്നത് എന്നത് ഒരു സെല്ലിങ്ങിനുള്ള കാരണമായിട്ട് നമ്മൾ കഴിഞ്ഞ വീക്കിലാണ് അത് പറഞ്ഞത്. ഇനി നമുക്ക് ഈ വീക്കിലേക്ക് നോക്കാം. ഈ വീക്കിൽ നമ്മൾ ആദ്യം ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ചാർട്ടിൻ്റെ ഒരു എങ്ങനെയാണ് ചാർട്ടിൽ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതൊരു നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. ഇതിൽ നമുക്ക് ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ, അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ റെഡ് ക്യാൻഡിലിൻ്റെ താഴെയാണ് ഇത് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഇത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഏകദേശം ഒരു 50% മുകളിലെങ്കിലും ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പേര് ഒരു ബുള്ളിഷ് പിയേഴ്സിംഗ് പാറ്റേൺ എന്നാണ്. അതായത് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു മേജർ സപ്പോർട്ട് എടുത്ത് നല്ലൊരു സ്ട്രോങ് റിവേഴ്സൽ കാണിച്ചതിനുള്ള ഒരു സൂചനയായിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഏത് ഫോമാണ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹറാമി പാറ്റേൺ, അതായത് ബുള്ളിഷ് ഹറാമി പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതും ഒരു റിവേഴ്സൽ, സ്ട്രോങ് റിവേഴ്സൽ ആയിട്ട് തന്നെ നമ്മൾ കാണാൻ പറ്റും. സോ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് കാണാൻ പറ്റുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പ്രീവിയസ് റെഡ് ക്യാൻഡിലിൻ്റെ ഏകദേശം ഒരു ഏറ്റവും ഹൈയിൽ തന്നെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ബാക്കിയുള്ളൂ. അത്രയും ഹൈയിൽ എത്തിയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ക്യാൻഡലിൻ്റെ പകുതി മാത്രമേ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു അണ്ടർ പെർഫോമൻസ് ആണ് കമ്പയർ ടു നിഫ്റ്റി എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഇന്നൊരു സ്പെഷ്യൽ സെക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. അത് എന്തായാലും വളരെ ചെറിയ സമയം മാത്രമേ, മോർണിംഗിൽ ഒരു 2 hours മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നത്തെ പ്രത്യേകത, മാർക്കറ്റ് എനിവേ ഒരു 22,500 മുകളിൽ മാർക്കറ്റ് നമുക്ക് ക്ലോസിങ് തന്നിട്ടുള്ളത് എന്നത് ഒരു പോസിറ്റീവാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് 22,600 ആയിരിക്കും. അതാണ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള ഇന്ത്യ വിക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എലക്ഷൻ ടൈമിൽ ഇന്ത്യ വിക്സ് പെട്ടെന്ന് തന്നെ വളരെയധികം കൂടുകയും കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. സോ കഴിഞ്ഞ വീക്കിന് മുമ്പിൽ ഒരു 10 വരെ ആയിരുന്ന ഇന്ത്യ വിക്സ് പെട്ടെന്ന് തന്നെ അതൊരു കഴിഞ്ഞ വീക്കിൻ്റെ തുടക്കത്തിൽ 18 ആയിരുന്നു. പിന്നെ അത് 21 വരെ എത്തി. ഇപ്പോഴത് കുറച്ചൊന്ന് കൂൾ ഓഫ് ആയിട്ട് 20 ഇപ്പോൾ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എനിവേ ഇന്ത്യ വിക്സ് 20 എന്ന് പറയുമ്പോൾ അത്യാവശ്യം വളർച്ചയിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്
നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നൊന്ന് FIA സെല്ലിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. FIA സോൾഡ് ചെയ്ത 12,263 കോടിയുടെ വർത്തുള്ള ഷെയർസാണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. അവർ ആകെ ഈ വീക്കിൽ ഒറ്റൊരു ദിവസം മാത്രമേ ബൈ സൈഡ് ഉണ്ടായിട്ടുള്ളൂ. അത് ഫ്രൈഡേ ആണ്. കഴിഞ്ഞ ഫ്രൈഡേയിലാണ് അത് 1600 സംതിങ് കോടിയുടെ ബൈയിങ് ആണ് അവർ വാങ്ങിയത് ഫ്രൈഡേ മാത്രം. ബാക്കി എല്ലാ ദിവസവും അവർ സെല്ല് ചെയ്യുമായിരുന്നു. DIA നോക്കുകയാണെങ്കിൽ DIA ഈ വീക്കിൽ മാക്സിമം ബൈയിങ് തന്നെയായിരുന്നു. അവർ നോക്കുകയാണെങ്കിൽ 14,560 കോടിയുടെ ബൈയിങ് ആണ് അവർ നടത്തിയത്. അവർ ഓൺലി ഒരു ദിവസം മാത്രമേ സെല്ല് ചെയ്തിട്ടുള്ളൂ. അത് ഇന്നാണ്. ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇന്നൊരു ചെറിയൊരു സെല്ലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. ഒരു 152 കോടിയുടെ സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. ടോട്ടൽ നെറ്റ് നോക്കുകയാണെങ്കിൽ 3760 DIA കൂടുതൽ വാങ്ങിയിട്ടുണ്ട് FIA സെല്ല് ചെയ്തതിനേക്കാൾ. സോ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ മൺഡേ, ഈ വീക്കിൽ മൺഡേ നമുക്ക് ഹോളിഡേ ആണ്, അതായത് മാർക്കറ്റ് ക്ലോസ് ആണ്. പ്രധാനപ്പെട്ട കാരണം മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. സോ ഈ വീക്കിൽ മൺഡേ കഴിഞ്ഞാൽ പിന്നെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് ബാക്കി 3 ദിവസം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ട്രേഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ നോക്കാനുള്ളത് ഗ്ലോബൽ മാർക്കറ്റ്. US മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓൾ ടൈം ഹൈയിലേക്ക് ഇപ്പോൾ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. സോ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. കഴിഞ്ഞ വീക്കിലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ഇത്രയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ എക്സ്പെക്റ്റേഷൻ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് ജൂൺ 4-നാണ്. ഇനി നമുക്ക് ഒരു മാസം വരെ അതിനുള്ള ടൈമില്ല. അതിന് വളരെ കുറച്ച് ട്രേഡിംഗ് ഡേ അതിനിടയ്ക്ക് നമുക്ക് കാണാനും പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഓൾ ടൈം ഹൈ ഇപ്പോൾ ഉള്ളത് 22,803-ലാണുള്ളത്. അത് എന്തായാലും മാർക്കറ്റ് ഇലക്ഷന് ശേഷം മാത്രമേ ബ്രേക്ക് ചെയ്യൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് 22,000-ൻ്റെയും 22,800-ൻ്റെയും ഇടയിൽ തന്നെയായിരിക്കും മാർക്കറ്റ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷൻ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ഷന് ശേഷം റിസൾട്ടൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് അതിനിടയ്ക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം മാത്രമേ മാർക്കറ്റിൽ വലിയ ഒരു ബ്രേക്കൗട്ടൊക്കെ നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുവരെ എല്ലാവരും കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് എടുക്കുക. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതായാലും നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും മാർക്കറ്റിൻ്റെ മൂവിനനുസരിച്ച് ട്രേഡിംഗ് പ്ലാൻ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.